88ാമത് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇക്കുറി തീർത്ഥാടനം. വലിയ തിരക്കൊഴിവാക്കുന്നതിനായി പ്രതിദിനം 1000-ൽ താഴെ തീർത്ഥാടകർക്ക് മാത്രമേ ശിവഗിരിയിലേക്ക് പ്രവേശനമുള്ളൂ. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ വെർച്വൽ തീർത്ഥാടനമായിട്ടാകും ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനം നടത്തുകയെന്ന് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ മഠം അധികൃതർ അറിയിച്ചു. മുൻകാലങ്ങളിൽ നടന്നിരുന്ന വലിയ സമ്മേളനങ്ങളും പരിപാടികളും ഇത്തവണ ഉണ്ടാകില്ല. പ്രമുഖരുടെ പ്രസംഗങ്ങളും ക്ലാസുകളും ഡിസംബർ 25 മുതൽ ശിവഗിരി ടിവിയിലൂടെ ഓൺലൈനായി സംപ്രേഷണം ചെയ്യും. ശിവഗിരിയിലും പരിസരത്തും തീർത്ഥാടകർ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ മേളകളും കച്ചവട സ്റ്റാളുകളും അനുവദിക്കില്ല. അന്നദാനവും തീർത്ഥാടകർക്ക് ശിവഗിരിയിൽ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ടാകില്ല. ശിവഗിരിയിലേക്ക് വരുന്ന തീർത്ഥാടകർ മുൻകാലങ്ങളിലുള്ളതുപോലെ വലിയ സംഘങ്ങളായി എത്തുന്നത് ഇത്തവണ ഒഴിവാക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് VR വിനോദ് ആവശ്യപ്പെട്ടു. 1000 പേരിൽ താഴെ ആളുകളെ മാത്രമേ ശിവഗിരിയിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. ആളുകൾ കൂട്ടം കൂടുന്നത് അനുവദിക്കാനാകില്ല. പൊതുപരിപാടികൾ നടത്തുകയാണെങ്കിൽ ഹാളിന്റെ വലിപ്പത്തിന്റെ 50% താഴെ ആളുകളെ മാത്രമേ അനുവദിക്കൂ. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് മഠം അധികൃതർ തീർത്ഥാടകർക്ക് പ്രത്യേക അറിയിപ്പ് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പതിവ് സ്പെഷ്യൽ ബസ്, ട്രെയിൻ സർവീസുകൾ എന്നിവ ഇത്തവണ ഉണ്ടാകില്ല. തീർത്ഥാടകരായി എത്തുന്ന മുഴുവൻ ആളുകൾക്കും കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇതിനായി സാനിറ്റൈസർ, ശരീരോഷ്മാവ് പരിശോധിക്കാനുള്ള തെർമൽ സ്കാനറുകൾ തുടങ്ങിയവ ഒരുക്കണം. കൈകൾ വൃത്തിയാക്കുന്നതിന് മഠത്തിന്റെയും ശിവഗിരിയുടെ മറ്റു ഭാഗങ്ങളിലും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. വർക്കല താലൂക്ക് ആശുപത്രിയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും മജിസ്ട്രേറ്റ് അറിയിച്ചു. കളക്ടറേറ്റിൽ ADMന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായത്.